കോഴിക്കോടിൻ്റെ വാണിജ്യ വ്യാപാര കേന്ദ്രം മിഠായിത്തെരുവ് ഒരു കാലത്ത് തീപിടുത്തം പതിവായിരുന്ന ഇടം. അതൊരു പടക്കപ്പീടിയാണ്. അതൊക്കെ നമ്മളിവിടെ കച്ചവടം പുൽപ്പാത്ത കച്ചവടമാണ്. പെട്ടെന്ന് ഇങ്ങനെ ഇത് ശബ്ദം കേട്ടപ്പോൾ പോയത് പെട്ടെന്ന് ഒരു ഒച്ച കേട്ടെ ബോന്നുള്ള ഒച്ച. ആ ഒച്ച കേട്ടിട്ട് അതിൻ്റെ ഭീമിൻ്റെ കഷ്ടപ്പെടെ വന്നിട്ടാണ് വീണത്. അന്ന് ഇത് റോഡാണ്. ആ റോഡ് ഓട്ടായിപ്പോയി. നേരെ ആര്യവാൻ്റെ ബേക്കിലൊരു കഷ്ടം വീണ് ചെക്കൻ്റെ കൈക്ക്. ആ കൈ അറ്റുപോയ ഭാഗത്തിൻ്റെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. മിഠായിത്തെരുവിലെ കച്ചവടക്കാർക്ക് തീപിടുത്തം സമ്മാനിച്ച നീറുന്ന ഓർമ്മകൾ നിരവധിയാണ്. ഇവിടെയുള്ള ആളുകൾ വളരെ സജീവമായിരുന്നു. വളരെ സജീവമായിരുന്നു. അവരെല്ലാം കയ്യിൽ നിന്ന് നാട്ടുകാരൊക്കെ ഓടിപ്പോയിട്ട് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഓരോ കടയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടിട്ട് ഫയർഫോഴ്സ് രാധാ തിയേറ്റർ കോമ്പൗണ്ടിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളമടി ഫയർ ചെയ്യുന്നുണ്ട്, ഇവിടെ നിന്നൊക്കെ ഫയർ ചെയ്യുന്നുണ്ട്. അന്ന് ഇതെല്ലാം ഇതിൻ്റെ കോലം. ഈ മിഠായിത്തെരുവ് ഇങ്ങനെ നവീകരിക്കുന്നതിൻ്റെ മുമ്പാണ്, വളരെ വർഷങ്ങൾ മുമ്പ്. 7 വലിയ തീപിടുത്തങ്ങൾ, നിരവധി മരണങ്ങൾ. എൻ്റെ ഓർമ്മയിൽ അന്ന് പിന്നെ നമ്മളെ മൊയ്തീൻപള്ളി റൂട്ടിൽ അന്ന് ആ പടകത്തിൻ്റെ സംബന്ധമായിട്ടുള്ള തീപിടുത്തമാണ് അവിടെ ഉണ്ടായത്. അല്ലാതെ ഇതായതല്ല, പീഡ കത്തിയതല്ല. ആരോ എന്തോ തീപ്പൊരിട്ടപ്പോൾ ആ പടകോ പീഡിൻ്റെ മുമ്പിൽ നിന്നാണ് ഇത് കത്തുന്നത്. നിരവധി പേരുടെ ജീവൻ നഷ്ടമായ പടക്കക്കടയിലെ തീപിടുത്തം നടന്നത് മൊയ്തീൻ പള്ളി റോഡിലെ ഇവിടെ വെച്ചാണ്. ഇന്നിപ്പോൾ മിഠായി തെരുവിലാകെ പടക്ക വിൽപ്പന നിരോധിച്ചു കഴിഞ്ഞു. തീപിടുത്തങ്ങൾക്ക് പിന്നാലെ മിഠായി തെരുവിൽ വൈദ്യുതി ലൈനുകൾ ഒഴിവാക്കി പകരം ഭൂമിക്കടിയിലൂടെ വൈദ്യുതി വിതരണത്തിന് സംവിധാനമൊരുക്കി. തീയണിക്കാൻ ഹൈഡ്രന്റ് ഉപകരണങ്ങളും തയ്യാറാണ്. പിന്നെ മുളക്ക് ഫയർഫോഴ്സിൻ്റെ തീ അണിക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കി. ഇത് തീ അണിക്കാനുള്ള പെട്ടെന്ന് വെള്ളത്തിൽ ഇത് കൊയിലിട്ടിട്ട് ഇത് തിരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വെള്ളം പോകുന്നു. അപ്പോൾ ഇത് മുളക്കുണ്ട്. ഒന്ന് ഇവിടെ ഒന്ന് അപ്പുറമൊക്കെ ഉണ്ട്. അതിനെക്കൊണ്ട് എന്താ ഫയർഫോഴ്സ് ഇല്ലെങ്കിലും ഇതിട്ടിട്ട് പണി മേടിക്കും വന്നിട്ട് വണ്ടി വരുന്നതിന് മുമ്പ് നമുക്ക് പണിയെടുക്കാം. നിരവധി കടകൾ തിങ്ങി നിറഞ്ഞ മിഠായി തെരുവിൽ തീപിടുത്ത സാധ്യത ഏറെയുണ്ട്. ഇതൊരു തുണി ഷോപ്പാണ്. അപ്പോൾ ഇത്ര ഏരിയ ഉള്ളത് കൊണ്ടുകൂടി സ്പ്രിംഗ്ലർ സിസ്റ്റം സ്ഥിരമായിട്ടുള്ള അഗ്നിശമന സംവിധാനങ്ങളിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. എക്സ്റ്റിംഗ്വിഷറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കാൻ കൂടി, ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുക എവിടെയാ സ്ഥാനങ്ങളൊക്കെയുള്ളതെന്ന് പറയുവാണ്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിന് ശേഷം ഫയർഫോഴ്സ് ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. പക്ഷേ എല്ലാ കാലവും ഈ ജാഗ്രതയും സുരക്ഷാ മുൻകരുതലുകളും ഉണ്ടാവണം. ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഫെലിക്സ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.